കപ്പക്കറിയും പിന്നെ ഇന്നലത്തെ കടലക്കറിയും കൂടി. കപ്പക്കറിയും പുട്ടുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. പുട്ടും രാത്രിത്തേക്ക് പുട്ടും കപ്പയും അതായത് നീ മിക്സ് ആക്കുവോ കപ്പ? ഇല്ല, സിമ്പിൾ ആയിട്ട് കപ്പക്കറിയും പുട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോ ഐറ്റംസ് വേണ്ടത് കപ്പ ഇതേപോലെ വെട്ടു അല്ലേ, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കുക്കറിലാണ് വേവിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇതില് ഉപ്പിടണം അല്ലേ, ഉപ്പും പാകത്തിന് ഉപ്പിടുക. ഇത് രണ്ടും ഇട്ടിട്ട് വേവിക്കുക. ഐറ്റംസ് എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്ക്, എന്തൊക്കെയാ വേണ്ടത് ഇതിന്? വെളുത്തുള്ളി, വേപ്പില, കുറച്ച് ഇഞ്ചി കുറച്ചിടുന്നുള്ളൂ. ഇവിടെ ഇഞ്ചി ആയിരിക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് ഇഞ്ചി കുറച്ചിടുന്നുള്ളൂ. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടല്ലേ, അത് ഇഷ്ടത്തിന് അരിയല്ലേ? ചെറുതായിട്ട് അരിയണമെന്നുണ്ടോ? അതുപോലെ പച്ചമുളക്. ഓക്കെ. അപ്പൊ ഈ കുക്കറിൽ വേവാൻ എത്ര ടൈം എടുക്കും? 3 വിസിലടിക്കുമ്പോ വേവെന്ന് വിചാരിക്കുന്നു. 3 വിസിൽ അല്ലേ? അപ്പൊ 3 വിസിലിന് എത്ര മിനിറ്റ് വേണ്ടി വരും ഏകദേശം? 5 മിനിറ്റ് മതിയാവും. അപ്പൊ എന്നാ 5 മിനിറ്റ് ആയിട്ട് കാണാം അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ സ്റ്റൗന്ന് കുക്കറിങ് മാറ്റി എടുത്തു വെച്ചു. അപ്പോഴേക്കും നമ്മൾ പുട്ടും ഉണ്ടാക്കി. പുട്ടൊക്കെ ഇങ്ങോട്ട് വെച്ച് കാണിച്ചോളൂ. അപ്പോൾ ഇതാ നല്ല ആവി വരുന്നുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? വെളിച്ചെണ്ണ ഇട്ടിട്ട് എന്താ ഇവിടെ കടുകിടാണ് അല്ലേ? റെഡി ആയിട്ടില്ല. വൈഫിന് ഭയങ്കര ക്ഷീണം. അമ്മ പറഞ്ഞിരുന്നില്ല നമ്മൾ ഫുഡ് വെക്കുമ്പം സുഖമില്ല എന്ന്. അതിപ്പം കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ട്. ഗുളിക കുടിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നാളെ കാണിക്കണം അല്ലേ? കാണിക്കാൻ പോണം. പാവം ചെയ്യാം, ഒന്നും വയ്യാണ്ട് ഇപ്പം ഫുഡും വെക്കുക നമുക്ക് വേണ്ടിയിട്ട്. ശരിയാവും, നമുക്ക് നാളെ കാണിക്കാം കേട്ടാ, പേടിക്കണ്ട കേട്ടാ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടത്? നീ ഇത് ശരിക്കും കണ്ടിട്ടടി, ഇത് ശരിക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഇങ്ങനെ ഇത് കപ്പ. എന്റെ ഒരു കപ്പ 3 വിസിലൊക്കെ എടുത്തോട്ടെ. നല്ല കപ്പയായിരുന്നു. 3 വിസിലല്ലേ? ഇനി ചൂടായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ആ മുകളിൽ പത കണ്ട കേസ്, ആ പത ഇങ്ങനെ, അതാണ് എനിക്ക് വൈഫ് പറഞ്ഞ ടിപ്പ്. അപ്പൊ അതെങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുകിടണം. നമുക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, എല്ലാ ആണുങ്ങളെ കാര്യം പറഞ്ഞു. ഇതിപ്പം ആൾക്കറിയാത്തോണ്ടാണ് നീ എടുത്ത് പറയുന്നത്. അതപ്പൊ അതെങ്ങനെ പോയി കഴിഞ്ഞാ എന്ത് ചെയ്യണം? കടുകിടണം. കടുകിനടി എന്തെങ്കിലും കണക്കുണ്ടോ? ഇടണം കടുകിനെ കണക്കൊന്നല്ല, അവരവരുടെ ഇഷ്ടത്തിന്. ആണോ? സുഖമില്ല, നിനക്ക് സുഖമില്ലാണ്ടാകുമ്പോ എന്താ നിന്നോട് സ്നേഹം കൂടുന്നു? ലാടിക്കെന്താ? അപ്പൊ അതെങ്ങനെ പത പോണം, ഒരിറ്റ് പത കാണാൻ പാടില്ല. അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. കുട്ടികളൊക്കെ ഇന്നലെ അർജന്റീനയും ഇംഗ്ലണ്ടായിരുന്നു കളി. അതിൽ അർജന്റീന ജയിച്ചിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് ജയിച്ചതാ. ഏട്ടൻ മാത്രം ജർമ്മനി നേരത്തെ പോയതുകൊണ്ട് ഇന്നലെ ഇംഗ്ലണ്ട് ഫാനായി. ജർമ്മനിന്റെ അത്ര വേൾഡ് കപ്പ് നിങ്ങൾ നേടിയിട്ടില്ല, അത് ആലോചിക്കണം. ഇന്നലെ വേഗം ഇംഗ്ലണ്ടിലോട്ട് മാറി. അർജന്റീന. അങ്ങനെ നമ്മള് മാറില്ല കേസ്, കാരണം ജർമ്മനി എപ്പോഴും നമ്മൾ ജർമ്മനി ആയിരിക്കും. അങ്ങനെ കടുക് ഇടാൻ പോവാണ്. കടുകിട്ടതിന് ശേഷം എന്താ പരിപാടി ഇനി? ഇനി ഇത് ഇടണ്ടല്ലേ, കുറെ സമയമില്ല മുറിച്ച് വെച്ചിട്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നീ പറഞ്ഞു, ഉണക്കമുളക്, വേപ്പില, പച്ചമുളക്, സവാള. ഓക്കെ. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചട്ടിയിലോട്ട് കമഴ്ത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടണല്ലേ? വാട്ടണമെന്നല്ല പറയാ, വാട്ടുക. ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ കളറെല്ലാം ഒന്ന് ജസ്റ്റ് മാറിക്കഴിഞ്ഞ് ഒരു പാകം എത്തുമ്പോൾ എന്ത് ചെയ്യണം? കപ്പ ചേർക്കണം. ഉപ്പ് എല്ലാം എടുത്ത് വരുന്നുണ്ട്. എന്താ കുറവുണ്ടോ? അപ്പോൾ ഉപ്പ്, അത് ടിപ്പാണ്. സവാള വാടിക്കിട്ടാൻ ഉപ്പിടണം.
അതെല്ലാവർക്കും അറിയുന്ന ടിപ്പ. എനിക്കറിയില്ലല്ലോ മോളെ, അതുകൊണ്ടല്ലേ ചോദിക്കണേ സുന്ദരി. ഇതാ പുട്ടിങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, എന്റെ സുന്ദരിയുടെ പുട്ട്. വെള്ളല്ലേ, കൈവെള്ളല്ലേ. അങ്ങനെ അങ്ങനെ ഇളക്കി 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 അങ്ങനെ പുട്ട് ആയിട്ടുണ്ട്. ചായ വെച്ചാ നല്ലത്, കാരണം പുട്ടും അതിങ്ങ് നിന്റെ തള്ളലൊന്ന് കാണട്ടെ. ഇതാണ് കേസ്, തള്ളൽ, വൈഫിന്റെ തള്ളൽ കണ്ട അങ്ങനെ. അങ്ങനെ ഇന്നത്തെ ഭക്ഷണ കുശാൽ തന്നെ. പിന്നെ പൊടിക്കും നമ്മൾ. കപ്പൽ ഓടിക്കേണ്ട വെള്ളമുണ്ട്. ഒരു ടൈറ്റാനിക് കപ്പൽ ഇപ്പൊ എന്റെ വായുടെ ഉള്ളിലോട്ട് ഓടി. വൈഫിന് തീരെ വയ്യ ഗൈസ്, ഭയങ്കര ടയേർഡാ. അപ്പൊ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടല്ല. എന്റെ വൈഫിനല്ല കെട്ടിപ്പിടിക്കുന്നത്. ഇത് 18+ ആക്കേണ്ടി വരുമോ? വേണ്ടല്ലേ. സ്നേഹമല്ലേ അല്ലേ, സ്നേഹം കണ്ടിട്ടല്ല മക്കളൊക്കെ വളരണ്ടല്ലേ, അച്ഛനമ്മയുടെ സ്നേഹം. പാട്ട് പഠിത്തട്ടെ. അവരും സബ്സ്ക്രൈബേഴ്സും കൂടെ സഹിക്കണല്ലോ അല്ലേ. ഭയങ്കര ചൂട് കേസ്. ഇങ്ങനെ ഇളക്കി 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 അത് വാടിക്കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യണം? കപ്പ അതിലിടണം. കപ്പ ഇടാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ഇടാം. എന്താ കപ്പ നല്ല എന്താ പറയുക, നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് ഉള്ളിയും പുട്ടും നല്ല ഉഷാറായിട്ടുണ്ട്. എന്താ പറയുക, ഫോക്കസ് പോയി. ആ ഓക്കെ, നല്ല പുകഞ്ഞ് വരുന്നുണ്ട് പുട്ട്. സോറി, ആവി ഇങ്ങനെ മുളപ്പിട്ടേക്ക് വന്നു. ഫോക്കസ് പോകണല്ലോ. കിട്ടി. അങ്ങനെ നമ്മളെ റെസിപ്പി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അയ്യേ, നാളെ നമുക്ക് കാണിക്കട്ടാ ഡോക്ടർ. അങ്ങനെ അതായി. നമ്മളെ ചാനലിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ, കാരണം പുതിയൊരു നമ്മളെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക. കമൻ്റ് ഇടുക, മാറിപ്പോയി. കമൻ്റ് ഇടുക. കുറച്ച് വെള്ളം ഒഴിക്കണം അല്ലേ. പുട്ടിനായതുകൊണ്ട് കുറച്ച് കറി പോലെ അല്ലേ. ഓക്കെ. അപ്പൊ കപ്പ ഇടാൻ പോവാണ് ഗൈസ്. ഓ എന്തൊരു രസാ കാണാൻ. അങ്ങനെ കപ്പ ഇങ്ങനെ ഇടാൻ പോവാതാ. നല്ല കിഡിലൻ കപ്പയാ ഗൈസ്, അടിപൊളി കപ്പ. പുട്ടിനായതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്രേവി പോലെ ആക്കുവാന്നല്ലേ. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എനിക്ക് ഗൈസ്, എനിക്ക് ചാറ് ഗ്രേവി നല്ലോണം വേണം. ചാറെന്ന് ഉദ്ദേശിക്കുന്ന ഗ്രേവി, അത് ഗ്രേവി എനിക്ക് നന്നായിട്ട് വേണം. അതുകൊണ്ട് എന്നാലും എനിക്ക് ഫുഡ് കുറച്ച് പോകത്തുള്ളൂ. അപ്പോൾ അത് കൊണ്ടാണിങ്ങനെ ചമ്മന്തി പോയി പരുവത്തിൽ അങ്ങനെ ആക്കണം. അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എന്താ എന്തെല്ലാം രസമുണ്ട് വീഡിയോ കാണാനല്ലേ. ഇതേപോലെ തന്നെയാണ് ഡയറക്റ്റ് ഇതിനെക്കാട്ടിയും ഭംഗിയാണ്. കുട്ടികൾ എണീക്കുമ്പോഴേക്കും വിഭവ സംബന്ധമായ രാവിലെ ഇടിയപ്പം കടലായിരുന്നു. അപ്പം കടലക്കറി ഉണ്ട്. പിന്നെ ഇപ്പൊ കപ്പ് പുട്ടും കപ്പയും തോന്നുന്നുണ്ട് കേട്ടോ. ഏകദേശം എത്ര ഇനി ആയോ? ടൈം എത്ര പിടിക്കും?
ഉപ്പ് കുറവാ? ഉപ്പിട്ട ഉപ്പ് വേണം ഇതിന്. കപ്പക്ക് ഉപ്പാണ് മെയിൻ. അങ്ങനെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഉപ്പ് പിടിക്കൂല കപ്പക്ക്. നല്ലോണം അമ്മ എണീച്ചു വന്ന് നോക്കിയിട്ട് പോയി. ഇങ്ങനെ ഉണ്ടടി കുളാവോ? ഗ്യാസ് ഇപ്പൊ പൂട്ടി. ഗ്യാസ് പൂട്ടി. ഇനി നമുക്ക് വേഗം കഴിക്കാന്ന് തോന്നുന്നു. കഴിച്ചിട്ട് കിടക്കാം ഇന്ന് വേഗം അല്ലേ. ഇന്നലെ നമ്മുടെ അർജന്റീനയുടെ കളിയിലുണ്ട് 12:30 എണീച്ച് കുറെ ഉറക്കൊക്കെ പോക്കി. ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാം അടുത്തടുത്ത് വെക്ക് വേണ്ട. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്ക് പിന്നെ. കപ്പക്കറിയും പിന്നെ ഇന്നലത്തെ കടലക്കറിയും. കപ്പക്കറിയും പുട്ടുമാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ.